+1 മലയാളം പാഠപുസ്തകത്തിലെ ഇൻ തണ്ടർ, ലൈറ്റനിങ് ആൻഡ് റെയിൻ എന്ന പാഠഭാഗമാണ് ചർച്ച ചെയ്യുന്നത്. ഡോക്യുമെന്ററി. ചലച്ചിത്രകലയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഭാഗമാണ് ഡോക്യുമെന്ററി അഥവാ പ്രമാണചിത്രം. ഭാവനയിൽ വിരിഞ്ഞ കഥകൾക്ക് പകരം യഥാർത്ഥ ജീവിത സംഭവങ്ങൾ, വ്യക്തികൾ, സാമൂഹിക പ്രശ്നങ്ങൾ, ശാസ്ത്രം, ചരിത്രം എന്നിവയെ അടിസ്ഥാനമാക്കിയാണ് ഇവ നിർമ്മിക്കുന്നത്. പ്രധാന പ്രത്യേകതകൾ: വസ്തുതകൾ മാത്രം. കഥകളോ സാങ്കല്പിക കഥാപാത്രങ്ങളോ ഉണ്ടാകില്ല. വിവരശേഖരണം: അഭിമുഖങ്ങൾ, യഥാർത്ഥ ദൃശ്യങ്ങൾ, പഴയ രേഖകൾ എന്നിവ ഉപയോഗിക്കുന്നു. ലക്ഷ്യം: സമൂഹത്തെ ബോധവൽക്കരിക്കുക, ചരിത്രം രേഖപ്പെടുത്തുക, അല്ലെങ്കിൽ ഒരു പ്രത്യേക വിഷയത്തിലേക്ക് ശ്രദ്ധ ആകർഷിക്കുക. ഇൻ തണ്ടർ, ലൈറ്റനിങ് ആൻഡ് റെയിൻ. രാജേഷ് ജെയിംസ് സംവിധാനം ചെയ്ത ഒരു മലയാള ഹ്രസ്വചിത്രമാണ് ഇൻ തണ്ടർ, ലൈറ്റനിങ് ആൻഡ് റെയിൻ. കൊച്ചിയിലെ വ്യത്യസ്ത തൊഴിലുകളിൽ ഏർപ്പെട്ടിരിക്കുന്ന 3 സ്ത്രീകളുടെ അതിജീവനത്തിന്റെയും ചെറുത്തുനിൽപ്പിന്റെയും കഥയാണ് ഈ ചിത്രം പറയുന്നത്. സമൂഹത്തിന്റെ മാറ്റിനിർത്തലുകളെ നേരിടുന്ന 3 സ്ത്രീകളുടെ ജീവിതമാണ് ഡോക്യുമെന്ററിയുടെ പ്രമേയം. കഥാപാത്രങ്ങൾ: ഒരു ഫുട്ബോൾ താരം, ഒരു മത്സ്യത്തൊഴിലാളി, ശ്മശാനത്തിൽ ജോലി ചെയ്യുന്ന സ്ത്രീ. ഷേക്സ്പിയറുടെ മാക്ബത്ത് എന്ന നാടകത്തിലെ 3 മന്ത്രവാദികളാണ് ഡോക്യുമെന്ററിക്ക് പ്രചോദനമായത്. രാജേഷ് ജെയിംസ് ഒരു സ്വതന്ത്ര ഡോക്യുമെന്ററി ഫിലിം മേക്കറും കൊച്ചിയിലെ സേക്രഡ് ഹാർട്ട് കോളേജിൽ ഇംഗ്ലീഷ് അസിസ്റ്റന്റ് പ്രൊഫസറുമാണ്. ഇൻ തണ്ടർ, ലൈറ്റനിങ് ആൻഡ് റെയിൻ, നേക്ഡ് വീൽസ്, സീബ്ര ലൈൻസ് എന്നിവയാണ് അദ്ദേഹത്തിന്റെ പ്രധാന ഡോക്യുമെന്ററി ചിത്രങ്ങൾ. സിനിമ സത്യത്തിന്റെയും നരവംശശാസ്ത്രത്തിന്റെയും പാരമ്പര്യങ്ങളാൽ രൂപപ്പെട്ട അദ്ദേഹത്തിന്റെ പ്രധാന വിഷയപരമായ ആശങ്കകൾ ലിംഗഭേദം, ജാതി, അധ്വാനത്തിന്റെ പ്രിസത്തിലൂടെ വ്യതിചലിക്കുന്ന കീഴ്വഴക്കം എന്നിവയാണ്. ആശയം: കേരളത്തിൽ നിന്നുള്ള പ്രശസ്തയായ മുൻ ഇന്ത്യൻ വനിതാ ഫുട്ബോൾ താരവും പരിശീലകയുമായ സി.വി. സീനയുടെ ചില അനുഭവങ്ങളാണ് തണ്ടർ എന്ന പാഠഭാഗത്ത് നൽകിയിരിക്കുന്നത്. സി.വി. സീന വനിതാ ഐ.എം. വിജയൻ എന്നറിയപ്പെടുന്നു. എറണാകുളം സ്വദേശിനിയായ ഇവർ കടുത്ത ദാരിദ്ര്യത്തോടും പ്രയാസങ്ങളോടും പൊരുതിയാണ് ദേശീയ ഫുട്ബോൾ ടീമിലെത്തിയത്. 1997-99 കാലഘട്ടത്തിൽ ഇന്ത്യക്ക് വേണ്ടി കളിച്ചിരുന്നു. ഈസ്റ്റ് ബംഗാൾ ഫുട്ബോൾ ക്ലബിനു വേണ്ടിയും കളിച്ചിട്ടുണ്ട്. സി.വി. സീന അവരൊരു ഇന്ത്യൻ ഫുട്ബോളർ ആണെന്ന് പറയുമ്പോൾ പല സംശയങ്ങളാണ് ആളുകൾ ചോദിക്കുന്നത്. വുമൺ ഫുട്ബോളറോ? പെണ്ണുങ്ങൾ ഫുട്ബോൾ കളിക്കുമോ? എങ്ങനെയാ സ്ത്രീകൾ ഫുട്ബോൾ കളിക്കുന്നേ എന്നൊക്കെ. പെൺകുട്ടികൾക്ക് പ്രാക്ടീസ് കൊടുക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ പെൺകുട്ടികൾക്കാണോ പ്രാക്ടീസ് കൊടുക്കണേ എന്നും, ആൺകുട്ടികൾക്കും പ്രാക്ടീസ് കൊടുക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ അയ്യോ, ആൺപിള്ളേർക്ക് പ്രാക്ടീസ് കൊടുക്കാനുള്ള കപ്പാസിറ്റി ഒക്കെ ഉണ്ടോ എന്നും ചോദിക്കും എന്ന് പറയുന്നു. റെയിൻ. മത്സ്യത്തൊഴിലാളിയായ അമ്മിണി അമ്മയുടെ അനുഭവങ്ങളാണ് റെയിൻ എന്ന ഭാഗത്ത് വിവരിക്കുന്നത്. അമ്മിണി കൊച്ചിയിലെ ഒരു നാടോടി പാട്ടു സംഘത്തിലെ ഗായികയുമാണ്. അടിസ്ഥാന വിദ്യാഭ്യാസം പോലുമില്ലാത്ത അവർ യൂണിവേഴ്സിറ്റികളിൽ കൃഷിയെക്കുറിച്ചും കാർഷിക രീതികളെക്കുറിച്ചും നാടോടി സംസ്കാരത്തെക്കുറിച്ചും പ്രസംഗിക്കാറുണ്ട്. എന്നെങ്കിലും ഒരു പുരുഷനാകണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് മറുപടി പറയുകയാണ് അമ്മിണിയമ്മ. ഭർത്താവ് കൂടുതൽ കുറ്റപ്പെടുത്തുകയും ശാസിക്കുകയും ചെയ്യുന്ന സമയത്ത് "എന്റെ ദൈവമേ, ഞാനൊരാണായിരുന്നെങ്കിൽ നിങ്ങളെ എന്റെ അടിമയായി നിർത്തിയേനെ" എന്ന് പറയാറുണ്ടെന്ന് പറയുന്നു. 4000 രൂപ വരെ വരുമാനം കിട്ടിയിട്ട് അത് വീട്ടിൽ കൊണ്ടുകൊടുക്കുന്ന സമയത്ത് "ഓ, നീയോ ഒരു പണിക്കാരത്തി" എന്ന ഭർത്താവിന്റെ ചോദ്യത്തെക്കുറിച്ചും, എപ്പോഴും ഭർത്താവിന്റെ കീഴിലാണ് ഭാര്യ നിൽക്കേണ്ടത് എന്ന ഭർത്താവിന്റെ മനോഭാവത്തെക്കുറിച്ചും അത്തരം സാഹചര്യങ്ങളിൽ പുരുഷനായിരുന്നെങ്കിൽ എന്ന് തോന്നാറുണ്ടെന്നും പറയുന്നു. ലൈറ്റനിങ്. കൊച്ചിയിലെ തൃക്കാക്കര അത്താണി പൊതുശ്മശാനത്തിലെ മൃതദേഹം ദഹിപ്പിക്കൽ തൊഴിലാളിയാണ് സെലീന മൈക്കിൾ. കഴിഞ്ഞ 19 വർഷമായി ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന അവർ ആയിരക്കണക്കിന് മൃതദേഹങ്ങൾ സംസ്കരിച്ചിട്ടുള്ള അപൂർവം സ്ത്രീകളിൽ ഒരാളാണ്. 3000-ലധികം മൃതദേഹങ്ങൾ ദഹിപ്പിച്ചിട്ടുണ്ടെന്ന് അവർ പറയുന്നു. അവരോട് എല്ലാവരും പേടിയില്ലേ എന്ന് ചോദിക്കാറുണ്ട്. പക്ഷേ പേടിയൊന്നും തോന്നാറില്ല എന്ന് പറയുന്നു. ചില ദിവസങ്ങളിൽ രാത്രി 3 മണി വരെയൊക്കെ നിൽക്കാറുണ്ട് എന്നും പറയുന്നു. വിശകലനം. കൊച്ചിൻ കാർണിവലിന്റെ പശ്ചാത്തലത്തിൽ കൊച്ചിയിലെ 3 വ്യത്യസ്ത മേഖലകളിൽ ജോലി ചെയ്യുന്ന സ്ത്രീകളുടെ ജീവിതമാണ് ഈ ഡോക്യുമെന്ററിയിൽ ചിത്രീകരിക്കുന്നത്. വളരെ മനോഹരവും വ്യത്യസ്തവുമായ ഗ്രാമീണത ഇടകലർന്ന പശ്ചാത്തലത്തിലൂടെ നാടൻ പാട്ടിന്റെയും കൊച്ചിൻ കാർണിവൽ ആഘോഷങ്ങളുടെയും മനോഹരമായ പശ്ചാത്തല സംഗീതവും ഈ ഡോക്യുമെന്ററിയെ ശ്രദ്ധേയമാക്കുന്നു. എറണാകുളം ജില്ലയിലെ ഫോർട്ട് കൊച്ചിയിൽ എല്ലാ വർഷവും ഡിസംബർ-ജനുവരി മാസങ്ങളിൽ നടക്കുന്ന പുതുവർഷ ആഹ്ലാദോത്സവമാണ് കൊച്ചിൻ കാർണിവൽ.
കൊച്ചിൻ കാർണിവലിന് ഈ 3 സ്ത്രീകളും ഒത്തുകൂടുന്നിടത്ത് നിന്ന് തുടങ്ങുന്ന ഡോക്യുമെന്ററി പിന്നീട് തണ്ടർ, ലൈറ്റ്നിങ്, റെയിൻ എന്നിങ്ങനെ 3 ഭാഗങ്ങളായി ഓരോരുത്തരുടെയും അനുഭവങ്ങളിലൂടെ സഞ്ചരിച്ച് വീണ്ടും കൊച്ചിൻ കാർണിവലിലേക്കെത്തി പാപ്പാനിയുടെ പ്രതിമയ്ക്ക് തീ കൊളുത്തുന്നതിലൂടെ അവസാനിക്കുന്നു. ഈ 3 സ്ത്രീകളും ജീവിതത്തിലെ വിവിധ തരം വെല്ലുവിളികളെ തന്റേടത്തോടെ നേരിട്ട് മുന്നേറി വന്നവരാണ്. ഈ 3 പേരുടെ ജീവിതത്തിലും പൊതുവായി കാണുന്നത് പുരുഷ സമൂഹത്തിന്റെ സ്ത്രീകൾക്കു നേരെയുള്ള അതിക്രമമാണ്. തന്റെ അമ്മയെ ചെറുപ്പം മുതലേ അച്ഛൻ ക്രൂരമായി ഉപദ്രവിക്കുന്നത് കണ്ടാണ് താൻ വളർന്നു വന്നതെന്ന് സി.വി. സീന പറയുന്നു. അതുകൊണ്ട് തന്നെ ഒരു വിവാഹം കഴിക്കണമെന്ന് തോന്നിയിട്ടില്ല എന്നും. എത്ര രൂപ സമ്പാദിച്ചു കൊണ്ടുവന്ന് കുടുംബം നോക്കിയാലും ഭർത്താവിന് കീഴിലാണ് ഭാര്യ എന്നതാണ് ഭർത്താവിന്റെ മനോഭാവം എന്നും അമ്മിണിയമ്മ പറയുന്നു. അതുകൊണ്ട് തന്നെ ഒരു ആണായിരുന്നെങ്കിൽ നിങ്ങളെ ഞാൻ അടിമയാക്കി നിർത്തിയേനെ എന്നവർ ഭർത്താവിനോട് പറയുന്നുണ്ട്. ഭർത്താവിൽ നിന്നുള്ള അതിക്രൂരമായ ശാരീരിക പീഡനങ്ങളെക്കുറിച്ച് സെലീന മൈക്കിളും പറയുന്നുണ്ട്. ഭർത്താവിന്റെ അതിക്രമം മൂലം ഊര കേടായി ഹോസ്പിറ്റലിൽ കിടന്നതും കൈ ഒടിഞ്ഞതും വായിലെ പല്ലുകൾ അടിച്ചു കൊഴിച്ചതിനെ പറ്റിയുമല്ല. അത്തരം അനുഭവങ്ങളിലൂടെ എന്തു നേരിടാനുള്ള ആത്മവിശ്വാസം നേടിയവരാണിവർ മൂവരും. പുരുഷാധിപത്യത്തിനു കീഴിൽ എത്രത്തോളം സ്ത്രീകൾ കഷ്ടതകൾ അനുഭവിക്കുന്നു എന്നത് ഈ 3 സ്ത്രീകളുടെ അനുഭവങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നു. എന്നാൽ പിന്നീട് അവർക്കുണ്ടാകുന്നതൊരു ഉയർത്തെഴുന്നേൽപ്പാണ്, എന്തു നേരിടാനുള്ള ധൈര്യമാണ്. സെലീന മൈക്കിൾ പറയുന്നുമുണ്ട്, 2 കാലിൽ നടക്കണ മനുഷ്യനെ പേടിച്ചാൽ മതി, വേറെ ആരെയും പേടിക്കേണ്ടതില്ലല്ലോ എന്ന്. ജീവിതത്തിലെ ഏത് പ്രതിസന്ധികളിലും തളരാതെ വാശിയോടെ മുന്നേറണമെന്ന മഹത്തായ സന്ദേശമാണ് ഈ പാഠഭാഗം മുന്നോട്ട് വയ്ക്കുന്നത്. അതിന് ഈ 3 സ്ത്രീകളുടെ അനുഭവങ്ങൾ നമുക്കൊരു പാഠമാണ്. അവർ നമുക്ക് മാതൃകയാണ്. പ്രാഥമിക വിദ്യാഭ്യാസം പോലും ഇല്ലാത്ത അമ്മിണിയമ്മയാണ് തന്റെ പ്രസംഗങ്ങളിലൂടെ വരും തലമുറയ്ക്ക് അറിവ് പകർന്നു നൽകുന്നത്. തനിക്കൊരിക്കലും മരിക്കണമെന്ന് തോന്നിയിട്ടില്ല, എങ്ങനെയും ജീവിക്കണമെന്നാണ് തോന്നിയിട്ടുള്ളത് എന്നും പറയുന്നു. ജീവിതത്തിൽ ഏതുതരം പ്രതിസന്ധികൾ വരട്ടെ, വിവിധ പരിമിതികൾ നമുക്കുണ്ടാവട്ടെ, അതിനെയെല്ലാം ഒരു വെല്ലുവിളിയായി ഏറ്റെടുത്ത് പൊരുതി ജയിക്കുമ്പോഴാണ് ജീവിതത്തിന് അർത്ഥമുണ്ടാകുന്നത്. അങ്ങനെ പൊരുതി മരിച്ചവരെ ലോകമെന്നും ഓർക്കുന്നുമുണ്ട്. അവരെല്ലാം അനശ്വരരായി തീരുന്നു. ഡോക്യുമെന്ററിയിൽ കൊച്ചിൻ കാർണിവലിന് ഒരു പ്രത്യേക സ്ഥാനമുണ്ട്. അത് സന്തോഷത്തിന്റെ പ്രതീകമാണ്. വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള മനുഷ്യർ, വിവിധ അനുഭവങ്ങൾ പേറുന്ന മനുഷ്യർ ഒരുമിച്ച് കൂടുന്നു. എല്ലാ വേദനകളും മറന്ന് നല്ലൊരു പുതുവർഷത്തെ വരവേൽക്കുന്നിടം. സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും പ്രതീക്ഷയുടെയും ആഘോഷമായ കൊച്ചിൻ കാർണിവലിൽ വന്നു ചേരുന്ന 3 സ്ത്രീകളും അവർക്ക് സന്തോഷം തോന്നുന്നു എന്നാണ് പറയുന്നത്. പോയ വർഷത്തെ ദുഃഖങ്ങളെല്ലാം പാപ്പാനിയെ കത്തിക്കുന്നതോടുകൂടി മനസ്സിൽ നിന്നു കളഞ്ഞ് നല്ല നാളെയെ വരവേൽക്കുന്നു. നല്ല നാളെ വരുമെന്ന പ്രതീക്ഷ കൈവിടാതെ മുന്നോട്ടു പോകാനുള്ള സന്ദേശമാണ് ഡോക്യുമെന്ററിയിൽ കൊച്ചിൻ കാർണിവൽ മുന്നോട്ട് വയ്ക്കുന്നത്. കൊച്ചിൻ കാർണിവൽ ഒരു പ്രതീകമാണ്. ദുഃഖങ്ങളെല്ലാം ഒരു പാപ്പാനിയെപ്പോലെ എരിച്ചു കളഞ്ഞ് പുതുജീവൻ നേടി മുന്നേറാം. ഡോക്യുമെന്ററിയുടെ അവസാന ഭാഗത്ത് 500 വർഷത്തെ പോർച്ചുഗീസ്, ഡച്ച്, ബ്രിട്ടീഷ് ആധിപത്യത്തെ അതിജീവിച്ച് ഫോർട്ട് കൊച്ചി കേരളത്തിലെ തന്നെ പ്രധാന സാംസ്കാരിക കേന്ദ്രമായി മാറിയതിനെക്കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ചരിത്രാതീത കാലം മുതലേ മനുഷ്യന് മാത്രമല്ല പ്രദേശങ്ങൾക്കു പോലും വിവിധ തരം അടിച്ചമർത്തലുകൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. അതിനെയെല്ലാം തരണം ചെയ്ത് മുന്നേറുകയാണ് വേണ്ടത്. ജീവിതത്തിൽ പ്രത്യാശയും ആത്മവിശ്വാസവും കൈവിടാതെ മുന്നോട്ട് നടക്കാനാണ് ഈ പാഠഭാഗം നമ്മോട് പറയുന്നത്. വളരെ മനോഹരമായി, ഒട്ടും മടുപ്പ് തോന്നാത്ത രീതിയിലാണ് ഈ ഡോക്യുമെന്ററി നിർമ്മിച്ചിരിക്കുന്നത്. മഴയും ഇടിമിന്നലും സാഹിത്യത്തിലും കവിതകളിലും കേവലം പ്രകൃതി പ്രതിഭാസങ്ങൾ മാത്രമല്ല, അവ മനുഷ്യന്റെ വികാരങ്ങളുടെയും ജീവിതത്തിന്റെയും ശക്തമായ കാവ്യാത്മക പ്രതീകങ്ങളാണ്. ഇവിടെ ഇടി എന്നത് ഒരു ഇടിമുഴക്കം പോലെ ഇന്ത്യയുടെ യശസ്സുയർത്തിയ ഫുട്ബോൾ താരം സി.വി. സീനയെ പരിചയപ്പെടുത്താൻ ഉപയോഗിച്ചിരിക്കുന്നു. കൈപ്പേറിയ ജീവിതാനുഭവങ്ങൾ അവരുടെ കാലുകൾക്ക് ശക്തി കൂട്ടി. അവരുടെ ഓരോ ഗോളുകളും ഒരിടിമുഴക്കം പോലെ എതിരാളികളെയും അവരെ അടിച്ചമർത്തിയ സമൂഹത്തെയും പ്രകമ്പനം കൊള്ളിക്കുന്നതായിരുന്നു. സെലീന മൈക്കിൾ മിന്നൽ പോലെ ശക്തമാണ്. അവരുടെ ജീവിതാനുഭവങ്ങൾ അത്രയധികം മനക്കരുത്ത് അവർക്ക് നൽകിയിരിക്കുന്നു. ശവശരീരങ്ങളെ ഒരു പേടിയും കൂടാതെ ഒറ്റയ്ക്ക് ദഹിപ്പിക്കുന്ന തീയിൽ കുരുത്ത ആ സ്ത്രീയെ പരിചയപ്പെടുത്താൻ ലൈറ്റ്നിങ് എന്നതിനേക്കാൾ നല്ലൊരു തലക്കെട്ട് വേറെ ഉണ്ടാകില്ല. അമ്മിണിയമ്മയാകട്ടെ മത്സ്യത്തൊഴിലാളിയാണ്. വെള്ളവുമായിട്ടാണ് അവരുടെ ജീവിതം കൂടുതൽ ബന്ധപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ടുതന്നെ റെയിൻ അഥവാ മഴ എന്നതും
വളരെയധികം യോജിക്കുന്നു. മഴയ്ക്ക് ഒരേ സമയം ജീവൻ നൽകാനും നാശം വിതയ്ക്കാനും കഴിയും. ഇൻ തണ്ടർ, ലൈറ്റ്നിങ് ആൻഡ് റെയിൻ എന്ന പേര് ഡോക്യുമെന്ററിക്ക് വളരെയധികം യോജിക്കുന്നുണ്ട്. കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.